Hi friends, welcome to Easy Maths. ഞാൻ ഗ്രീഷ്മ. റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന സെക്ഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാം. ഓക്കെ, പ്രൂവ് ദാറ്റ് ദ ഫോളോയിങ് ആർ ഇറാഷണൽ. അതായത് മൂന്ന് ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഈ മൂന്നെണ്ണം നമ്മൾ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ ഒരു സെക്ഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസോളും സെയിം മെത്തേഡ് ആണ്. ഓക്കെ, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും, പക്ഷെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ് സെയിം പാറ്റേൺ ആയിരിക്കും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ക്ലിയർ ആയി ഉണ്ടാവും. നമ്മള് തൊട്ടു മുന്നേ കുറെ ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ കേട്ടോ. അപ്പൊ ആദ്യത്തെ നോക്കാം. 1/√2 നമുക്ക് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ അസ്യൂം ചെയ്യണം? റാഷണൽ ആണെന്ന് assume ചെയ്യണം. Okay, let us assume that 1/√2 is rational. 1/√2 rational ആണെന്ന് assume ചെയ്തു. അങ്ങനെയാണെങ്കിലേ റാഷണൽ ആണെങ്കിൽ 1/√2 നമുക്ക് എങ്ങനെ എഴുതാം? 1/√2 equal to a/b. ഓക്കെ, ഈ a/b യുടെ പ്രത്യേകത എന്താ? വേർ a and b are co-primes and b not equal to 0. ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോപ്രൈംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്കും ബിക്കും ഫാക്ടേഴ്സ് ആയിട്ട്, കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് 1 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ എയും ബിയും എല്ലാം എന്താണ്? ഇന്റിജേഴ്സ് ആണ്. ഒപ്പം ബി എന്ന് പറയുന്നത്, അതായത് ഡിനോമിനേറ്റർ ഒരു കാരണവശാലും 0 ആവാൻ പാടില്ല. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിലെ √2നെ ഒരു സൈഡില് √2 മാത്രം വരണം. അങ്ങനെയല്ലേ നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്? അതായത് റൂട്ടിന്റെ വാല്യൂ എന്താണ്? ഒറ്റയ്ക്ക് നിൽക്കണം. അങ്ങനെ രീതിയിലാക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യാം? ഈ √2 ഈക്വൽ ടു ഈ സൈഡിലേക്ക് പോകുമ്പോ എന്താവും? ഇൻറ്റു √2 ആവും അല്ലെ? അതുപോലെ ഈ ഡിവിഷൻ ആയിട്ടുള്ള ബി പോകുമ്പോ ബി ഈക്വൽ ടു സൈഡിൽ പോകുമ്പോ മുകളിലേക്ക് വരും. അതുപോലെ എ എങ്ങോട്ട് വരും? താഴോട്ട് വരും. ഓക്കെ, ഞാനൊന്ന് എഴുതിയിട്ട് പറയാം. ദാറ്റ് ഈസ് √2 ഈക്വൽ ടു b/a. ക്ലിയർ അല്ലേ? അതായത് ഇവിടെ ഡിവിഷനുള്ള √2 ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് പോയപ്പോ അത് മൾട്ടിപ്ലിക്കേഷൻ ആയിപ്പോയി. അതായത് ഇവിടെ ഇപ്പൊ എന്ത് വരും? ഞാൻ വേറെ സ്റ്റെപ്പിലായിട്ട് കാണിക്കാം. 1/√2 a/b ആണ്. ഇപ്പോ a/b ആണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ √2നെ ആദ്യം അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ വരുമ്പോ എന്താ വരിക? a/b ഇൻറ്റു √2 ഈക്വൽ ടു 1 എന്ന് വന്നു. ക്ലിയർ അല്ലേ? a/b into √2 equal to 1. Then എന്ത് ചെയ്തു? ഈ ഡിവിഷനിലുള്ള b ഈ വീണ്ടും ഈ ഈക്വൽ ടുന്റെ സൈഡിലേക്ക് പോയി. ഈ ഡിവിഷനിലുള്ള b ഇങ്ങോട്ട് പോകുമ്പോ എന്താവും? ഇൻറ്റു ഐ പോയില്ലേ? അപ്പൊ a into √2 equal to b. അതായത് 1 into b. ഇനി ഈ a ഇൻറ്റു ഉള്ളത് ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ എന്താവും? അത് ഡിവിഷൻ ആയി മാറും. അപ്പൊ √2 equal to b/a. ഓക്കെ, അത് ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയെന്ന് മാത്രം. നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതി നോക്കണ്ട. ആ ഒരൊറ്റ സ്റ്റെപ്പ് നമ്മൾ ഒരൊറ്റ തവണ എഴുതാം. അതായത് b/b ഇങ്ങോട്ട് പോയപ്പോ മോളിക്ക് വന്നു, ഇയാൾ താഴെ വന്നു, √2 മോളിക്ക് പോയി. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്തറിയാം? ഈ ബിയും എയും ഒക്കെ എന്താണ്? ഇന്റിജേഴ്സ് ആണ് അല്ലെ? ബിയും എയും ഇന്റിജേഴ്സ് ആണെങ്കിൽ b/a എന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ്. ഓക്കെ, b/a റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഈക്വൽ ടു ആണ് അല്ലെ? എന്താണോ ഇവിടെ ഉള്ളത് അത് തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ സൈഡിലുള്ളത്. അതായത് റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? അതാണ് നമ്മൾ ഈക്വൽ ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ b/a എന്താണോ അത് തന്നെയാണ് √2. അപ്പൊ b/a റാഷണൽ ആണെങ്കിൽ √2 എന്തെന്നെയാണ്? റാഷണൽ ആയിരിക്കും. പക്ഷേ √2 ഒരു ഇറാഷണൽ നമ്പർ ആണ്. അപ്പൊ നമ്മുടെ നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റല്ലേ? അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? അതായത് 1/√2 എന്ന് പറയുന്നത് ഇറാഷണൽ ആണ്. ക്ലിയർ അല്ലേ? അതായത് നമുക്ക് ഈ പറഞ്ഞതെല്ലാം സ്റ്റേറ്റ്മെന്റിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്യണ്ടേ?
ഓക്കെ, എന്താണ് പറഞ്ഞത്? എയും ബിയും ഇന്റിജേഴ്സ് ആയ കാരണം ബി ബൈ എ എന്താണ്? റാഷണൽ ആണ്. ബി ബൈ എ റാഷണൽ ആണെങ്കിൽ √2 റാഷണൽ ആയിരിക്കും. പക്ഷെ √2 എന്താണ്? ഇറാഷണൽ നമ്പർ ആണ്. അപ്പൊ നമ്മുടെ അസംഷൻ റോങ് ആണ്. അപ്പോ 1/√2 എന്താണ്? ഇറാഷണൽ ആണ്. Okay, since a and b are integers, we get b by a is rational and so √2 is rational. This contradicts the fact that √2 is irrational. Therefore, our assumption is wrong. Hence, 1/√2 is irrational. Next one, 7√5. അതായത് 7√5 irrational ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യണം. Okay. Let us assume that 7√5 is rational. 7√5 rational ആണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയെങ്കിൽ 7√5 എന്ന് പറയുന്നത് എന്താണ്? A by B ഫോമിലാണെന്ന് നമുക്ക് എഴുതാം. Okay. A by B where A and B are co-primes and B not equal to 0. Clear? Then, അതായത് എയും ബിയും co-primes ആണ്. B എന്താണ്? Not equal to 0 ആണ്. ഇനി നമുക്ക് ഈ √5 മാത്രം ഇവിടെ നിർത്താം. ഓക്കെ, ഇനി ഇത് 7 into √5 ആയിട്ടല്ലേ എടുക്കുന്നത്? അത് ഈക്വൽ ടുന്റെ അതർ സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ ഞാൻ ഈ √5 ഇവിടെ നിർത്തി. √5 ഈക്വൽ ടു a by b into 7. അതായത് ഇത് താഴത്തേക്കായിട്ട് വന്നു, ഡിവിഷൻ ആയിട്ട് വന്നു. ക്ലിയർ അല്ലേ? ഒന്നും കൂടെ വൃത്തിയിൽ എഴുതാണെങ്കിൽ √5 ഈക്വൽ ടു a by 7b എന്ന് കിട്ടും. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ റൂട്ടുള്ള നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ടുന്റെ ഒരു സൈഡിൽ മാത്രം ആക്കിയിട്ട് ബാക്കി എല്ലാ ടേംസിനും ഈക്വൽ ടുന്റെ അതർ സൈഡിലേക്ക് കൊണ്ടുവരണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, എയും ബിയും 7ഉം എല്ലാം എന്താണ്? ഇന്റിജേഴ്സ് ആണ് അല്ലെ? എയും ബിയും 7 എല്ലാം ഇന്റിജേഴ്സ് ആയതുകൊണ്ട് ഇതെന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ്. a by 7b റാഷണൽ നമ്പർ ആണെങ്കിൽ √5 തന്നെയാവണം, റാഷണൽ നമ്പർ ആവണം. കാരണം ഇവിടെ ഒരു ഈക്വൽ ടു സൈൻ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമുക്കറിയാം √5 എന്ന് പറയുന്നത് ഇറാഷണൽ ആണ്. ദെൻ നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്? നമ്മുടെ അസംഷൻ റോങ് ആണ്. ദാറ്റ് ഈസ് 7√5 ഈസ് ഇറാഷണൽ. Since a, b and 7 are integers, അതായത് എയും ബിയും 7 ഇന്റിജേഴ്സ് ആയത് കാരണം we get a by 7b is rational. ഇത് റാഷണൽ ആയിട്ട് മാറി. and so √5 is rational. അങ്ങനെയാണെങ്കിൽ √5 റാഷണൽ ആയിരിക്കണം. This contradicts the fact that √5 is irrational. ഇത് √5 irrational ആണെന്നുള്ള ഒരു ഫാക്ടിന് തന്നെ എതിരാണ് അല്ലെ? Therefore our assumption is wrong. Hence 7√5 is irrational. Clear? Next പ്രൂവ് ചെയ്യാനുള്ളത് 6 plus √2 irrational ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? Let us assume that 6 plus √2 is rational. 6 plus √2 rational ആണെന്ന് assume ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 6 plus √2 നമുക്ക് എങ്ങനെ എഴുതാം? a by b എഴുതാം. എല്ലാവർക്കും എല്ലാ സ്റ്റെപ്സും ഇപ്പൊ ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും അല്ലെ? a by b ആയിട്ട് എഴുതാം. where a and b are co-primes and b not equal to 0. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടെ എന്താ വേണ്ടേ? ഈ √2 ഉള്ള ടേം മാത്രം ഇവിടെ വേണം അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം? അങ്ങനെയാകുമ്പോ ഈ +6 ഈക്വൽ ടു അതർ സൈഡിലേക്ക് പോകുമ്പോ എന്തായി മാറും? മൈനസ് ആയിട്ട് മാറും. അപ്പൊ ഞാൻ ആ ഭാഗം എഴുതാണ്. √2 ഈക്വൽ ടു a by b minus 6. ഇങ്ങനെ വന്നു. ക്ലിയർ അല്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് a minus 6 എന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ചെയ്യണം. അതായത് ഇവിടെ ചെയ്ത് കാണിക്കാം. a by b minus 6. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 6 by
1 ഉണ്ടല്ലോ അല്ലെ. ഇനി നമ്മൾ ആദ്യം എവിടേക്കാണ് ഇൻറ്റു ചെയ്യുക? a into 1. a into 1. ഇനി നമുക്ക് എന്താണ് ഇവിടെ? മൈനസ് ആണ് അല്ലെ. അപ്പൊ മൈനസ് അതുപോലെ ഇടുക. then 6 into b divided by ഇനി b into 1. b into 1. a into 1 എന്താ? a minus 6 into b 6b by b. ഇങ്ങനെ എഴുതാം. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ് √2 equal to a minus 6b by b. ക്ലിയർ അല്ലേ? ഇനി ഇതിലെ എയും ബിയും 6ഉം എല്ലാം എന്താണ്? ഇന്റിജേഴ്സ് ആണ് അല്ലെ. അങ്ങനെ ഇന്റിജേഴ്സ് ആണെങ്കിൽ a minus 6b by b എന്ന് പറയുന്നത് എന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ √2 എന്തായിരിക്കണം? റാഷണൽ നമ്പർ ആയിരിക്കണം. പക്ഷെ നമുക്കറിയാം √2 എന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണ്. അപ്പൊ നമ്മുടെ അസംഷൻ റോങ് ആയില്ലേ? അപ്പോ 6 plus √2 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇറാഷണൽ ആണ്. Since a, b and 6 are integers, we get a minus 6b by b is rational and so √2 is rational. a minus 6b by b equal to √2 എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ a minus 6b by b എന്ന് പറയുന്നത് റാഷണൽ ആണെങ്കിൽ √2 എന്താവണം? rational ആവണം. This contradicts the fact that √2 is irrational. Therefore, our assumption is wrong. Hence, 6 plus √2 is irrational. ഇതോടുകൂടി റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ് എന്നുള്ള സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പുതിയൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി എന്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.